ഹലോ ഗായ്സ്, ലെഫ്റ്റ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡ് എല്ലാവരും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫുഡ് ഫാം ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചാണ്. അപ്പം നമുക്ക് ഫുഡൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ടാണ് നമ്മളൊരു ഫുഡ് ഫാം ഉണ്ടാക്കുന്നത് 4ാമത്തെ എപ്പിസോഡിൽ തന്നെ. അപ്പം അതിനുവേണ്ട റിസോഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് കൊണ്ടുള്ളതാണ്. അപ്പോൾ ഡിസ്പെൻസർ ഇങ്ങനത്തെ ഇത്ര വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ. നമുക്കിതുണ്ടാക്കാനുള്ള റിസോഴ്സൊക്കെ കയ്യിലോട്ട് എടുത്തേക്കാം, ഫുൾ എടുത്തേക്കാം. ഇത്ര സാധനങ്ങൾ മതി അതുണ്ടാക്കാൻ. അപ്പോൾ ഞാനൊരു സെൻറ്ററിൽ ഒരു കുഴി ഒഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നമ്മുടെ ഹോ എടുത്തിട്ട് 1 2 3 അതിന് മുമ്പ് വാട്ടർ ഒഴിക്കണം ഗൈസ്, സോറി മറന്നു. ഒരു സ്ലാബ് എടുത്ത് നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ വാട്ടർ വെച്ചിട്ട് ഇവിടെ സ്ലാബ് വെക്കണം. ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് നമ്മുടെ ഹോ എടുത്തിട്ട് ഇവിടുന്ന് 5 ബ്ലോക്ക് 1 2 3 4 5, എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ 1 2 3 4 5, അതുപോലെ തന്നെ ഇങ്ങോട്ട് 1 2 3 4 5, ഇവിടുന്ന് അങ്ങോട്ട് 1 2 3 4 5. അപ്പം ഇതിന് ഫുള്ളൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ അത്രയും ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇതിന് ചുറ്റും ഒരു വാൾ കെട്ടണം. വാൾ കെട്ടണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ 1 2 3 ഇങ്ങനെ ഒരു ബ്ലോക്ക് ഫുള്ള് ചെയ്യണം. അപ്പം ഇങ്ങനെ ഇവിടെ ഫുള്ള് നമുക്ക് കെട്ടാം. ഇത് ഫുള്ള് കെട്ടിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇത്രയും വാൾ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പം ഇതും കൂടെ കെട്ടിയേക്കാം. ഇടയ്ക്ക് ബ്ലോക്ക് വരുന്നതാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. ഇത് ഫുള്ള് നമുക്ക് ഇവിടെ ഒരു ഓപ്പണിങ് വെക്കണം. ഇവിടെ അല്ല, നമ്മുടെ ഫ്രണ്ട് ഭാഗം ഏകദേശം ഇവിടുത്തെ ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് ഭാഗം. ഇതല്ലേ 1 2 3 4 5, 1 2 3 4 5, അതാണ് നമ്മുടെ ഏകദേശം ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ലാൻഡേൺ വെച്ച് കൊടുത്തേക്കാം. 4 സൈഡിലും 4 ലാൻഡേൺ വെച്ച് കൊടുത്തേക്കാം. അപ്പം നമുക്ക് കുറച്ച് വെട്ടവും കൂടെ ഇതിനകത്ത് കിട്ടും. അപ്പം ഇനി നമുക്ക് പിന്നെ നമുക്കിവിടെ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു ബ്രിക്കിൻ്റെ വാൾ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടേ 2 ടെമ്പററി ബ്ലോക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിനടി ഡിസ്പെൻസർ ഇങ്ങനെ വെക്കണം തരകുത്തി. എന്നിട്ട് ഇതിൻ്റെ ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമ്മുടെ ബട്ടൺ എടുത്തിട്ട്, നമ്മുടെ ബട്ടൺ 4 ബട്ടൺ ഉണ്ട്, അതെടുത്തിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്മുടെ ഗായ്സ് നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പണി കൂടെ കിടപ്പുണ്ട്. നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് നിറച്ച് വെക്കണം വാട്ടർ. അപ്പോഴത്തേന് നമുക്ക് പോയി നമ്മുടെ കുറച്ച് ഫുഡ് ഇരിപ്പുണ്ട്. ആ ക്യാരറ്റ് നമുക്ക് നടാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചേക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ വാട്ടർ ബക്കറ്റ് ഇതിനകത്ത് എടുത്ത് നിറച്ച് വെച്ചേക്കാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമ്മളിവിടെ ക്യാരറ്റ് നടുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ വാട്ടർ ഇങ്ങനെ ഫ്ലോ ആയിക്കോളും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ബട്ടണിൽ പോയി ഞെക്കിയാൽ അത് തിരിച്ച് ലോഡാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ 42 ക്യാരറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതങ്ങ് നട്ട് വെച്ചേക്കാം. നമുക്ക് ഫുള്ള് നട്ട് വെച്ചേക്കാം, ഉള്ളത്ര നട്ട് വെച്ചേക്കാം. ഇനി ഞാൻ ഇതാകുന്നതനുസരിച്ച് എടുത്ത് പറിച്ച് നട്ട് വെച്ചേക്കാം. അപ്പോൾ ഇത് ഫുള്ള് ഞാനൊന്ന് നടട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ റെഡി ഹാളൊക്കെ സെറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വില്ലേജസ് എന്തോരം നമുക്കൊന്ന് പോയി നോക്കിയേക്കാം. നമുക്ക് അത്യാവശ്യം വില്ലേജസ് ഒരു 40 വില്ലേജസിനെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എടുത്തെടുത്ത് ഡാമേജ് കിട്ടി മരിക്കാതെ ഒരു കുഴിക്കാതെ എടുത്തിടണം, അല്ലെങ്കിൽ മരം ചാകും. ഡാമേജ് കിട്ടി. പിന്നെ നമ്മുടെ ട്രീ ഫാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 3-4 ബിൽഡിംഗ് ആയി ഏകദേശം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ എങ്ങനെയും നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ നോക്കണം. അപ്പം നമ്മുടെ അയൺ ഫാമിൽ നല്ലൊരു അയൺ ഫാം ഉണ്ടാക്കണം. ഇത് വലിയ എഫിഷ്യൻ്റ് ഒന്നുമല്ല, നമുക്ക് വളരെ കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പം ഇപ്പോൾ വർക്ക് ആവുന്നില്ല ഗൈസ്. ഞാൻ നേരത്തെ എടുത്തപ്പോഴും 11 അയൺ തന്നെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഉണ്ട് ഗൈസ്. നേരത്തെ എന്തോ ബഗ് അടിച്ച് വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വൈൽഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.